ഒരാഗ്രഹം മനസ്സിൽ വെച്ചിട്ട് എത്ര കാലം പ്രാർത്ഥിച്ചിട്ടും ആ ആഗ്രഹം നടക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കണ്ണൻ്റെ കഥ പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 3-ാം ഭാഗം കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാവും. അതായത് ഒരു വലിയൊരു ആഗ്രഹമാണ്, പക്ഷേ അത് എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും അത് നടക്കുന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യം ഒരു കഥ കേൾക്കാം കേട്ടോ. ഈ കഥ ശരിക്കും ഞാൻ മുന്നൊരു വട്ടം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാനതൊന്ന് ചുരുക്കി ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു ക്ഷേത്രത്തിൽ ഭഗവാന്റെ ക്ഷേത്രം കേട്ടോ അത്. അവിടെ കുറേ പേരിങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ കഥ കേൾക്കുന്നത് ഭഗവാന്റെ പേഴ്സ്പെക്റ്റീവിലാണ്. അതായത് ഭഗവാൻ എന്തൊക്കെ ചിന്തിക്കുന്നു അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ വിചാരിച്ച് കേൾക്കുക. അങ്ങനെ അവിടെ ആദ്യം വരുന്നത് ഒരു ധനികനായിട്ടുള്ള ഒരാൾ വരും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും, വലിയ കുറേ പൈസയും സ്വർണം അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ട് ഒരു വലിയൊരു കൊട്ടയിൽ ഇങ്ങനെ കൊട്ട മീൻസ് അങ്ങനെ ഒരു വഴിപാട് പോലെ കൊണ്ടുവന്ന് വെക്കുകയാണ് ഭഗവാന്റെ മുന്നിൽ. എന്നിട്ട് അയാൾ ഇങ്ങനെ കാണിക്കുകയാണ്, കണ്ടോ ഇതാണ് എൻ്റെ മൊത്തം സ്വത്തും എന്ന് കണ്ടോ എന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് ഇത് കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഇടാൻ പോവുകയാണ്, അതിന് മുമ്പ് ഇവിടെ നിന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അങ്ങനെ അയാൾ ഭയങ്കര അഹങ്കാരത്തിൽ അതായത് ഒരു ഡീല് സംസാരിക്കുന്ന പോലെ, അതായത് ഇനി എനിക്ക് ഇതിൻ്റെ സ്വത്ത് ഇനി ഇരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇനിയും കുറച്ചും കൂടി തരാട്ടോ, അങ്ങനെ ഒരു ഡീല് പോലെയാണ് അയാൾ സംസാരിക്കുന്നത്. ഇത്ര തന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്ര തരാം, അങ്ങനെ ഒരു ബിസിനസ് പോലെ. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഒരു ബിസിനസ്സാണെന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ചിരിക്കുന്നുണ്ട്. നിൻ്റെ സമയം ആവാറായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാനാട്ടോ ഇത് ആലോചിക്കുന്നത്. അങ്ങനെ അടുത്തൊരാൾ വരികയാണ്. അയാളെന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട ഒരു ബ്രാഹ്മണനാണ് അയാൾ. അങ്ങനെ ആ ബ്രാഹ്മണൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഭഗവാനെ ഞാൻ എത്ര അങ്ങയെ സേവിക്കുന്നുണ്ട്, എനിക്ക് ഒരു ജോലിയാണ് എൻ്റെ ആഗ്രഹം, അങ്ങേ ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കുണ്ടായിരുന്ന ജോലി പോയി, അതിനുശേഷം ഞങ്ങളുടെ വീട് ഇപ്പോൾ പട്ടിണിയിലാണ്, ഇന്ന് എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ കരഞ്ഞ് വിഷമിച്ചിട്ട് ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ അയാൾ ഒരു പൊതി കാണും. ആ പൊതിയിലാണെങ്കിലോ ഈ ധനികനായിട്ട് ഉണ്ടായിരുന്ന ആളുണ്ടാവുമല്ലോ, അയാളുടെ പൈസയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഭഗവാനൊന്നുകൂടി നോക്കും. ഇയാൾക്ക് തോന്നും ഭഗവാൻ ചിരിക്കാൻ തോന്നും. അങ്ങനെ ഇയാൾ പറയും, ഈ പൈസ ഭഗവാൻ എനിക്ക് തന്നെന്ന് മനസ്സിലായി, ഞാനിത് എടുക്കുക കേട്ടോ, ഞാനിത് അങ്ങനെ വലിയ അഹങ്കാരത്തിനൊന്നും നടക്കില്ല, എൻ്റെ കുടുംബത്തിന് ആവശ്യമുള്ള പൈസ ഞാൻ എടുക്കും, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള പൈസ പാവപ്പെട്ടവരെ സഹായിക്കട്ടോ എന്ന് പറയുകയാണ്. അങ്ങനെ അയാളതെടുത്ത് സന്തോഷത്തിൽ, കാരണം എനിക്കൊരു ഭഗവത് അനുഭവം കിട്ടി എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിൽ വീട്ടിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ ഇനി അടുത്തത് വേറൊരു ആൾ വരികയാണ്. അയാൾ ഒരു അതായത് നേവിക്കാരനാണ് അയാൾ. അപ്പോൾ കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് നേവിയിൽ പോകണമെന്നായിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ആഗ്രഹം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നാളെ നേവി ആ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോകാൻ പോവാണ്. അങ്ങനെ അയാൾ പോകുന്നതിന് മുമ്പ് ഭഗവാനോട് പറയുകയാണ്, ഞാൻ ഇത്ര ആഗ്രഹിച്ചിട്ട് എനിക്ക് നടത്തി തന്നില്ലേ, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദിയൊക്കെ പറയുകയാണ്. അയാളൊരു പാവാട്ടോ. അങ്ങനെ അയാൾ പറയുകയാണ്, ഞാൻ നാളെ പോവാണ്, എനിക്ക് ഒരു അബദ്ധം വരുത്തരുത്, അറിയാലോ എനിക്ക് എൻ്റെ ആശ്രയിച്ചൊരു വലിയ കുടുംബം തന്നെ ഉണ്ട്, അപ്പോൾ അവരെ ഒന്നും വഴിയാധാരമാക്കരുത്. അങ്ങനെ വളരെ വിഷമിച്ച് എന്നാൽ സന്തോഷമുണ്ട്, കാരണം ഞാൻ ആഗ്രഹിച്ച് ഇത്ര കാലമായിട്ട് ആഗ്രഹിച്ച് നടന്നല്ലോ, അതിൻ്റെ ഒരു സന്തോഷം അയാൾ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് വരികയാണ് അവിടേക്ക്. എന്നിട്ട് ആ പോലീസിൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് അറിയുമോ, ഈ ധനികനായിട്ടുള്ള ആളാണുള്ളത്. അയാൾ പറയുകയാണ്, എൻ്റെ പൈസ ഇവിടെ വെച്ചിട്ട് ആരോ കട്ടെടുത്താണ്, ഇല്ലെങ്കിൽ എൻ്റെ നിന്ന് പോവില്ലേ. അങ്ങനെ അയാൾ ഇങ്ങനെ നോക്കണം, ഇയാൾ തന്നെയാണ്, കാരണം ഞാൻ നിന്ന സ്ഥലത്ത് ഇയാൾ നിൽക്കുന്നു, ഇയാൾ തന്നെയാണ്. അങ്ങനെ എന്തോ ഒരു ഉറപ്പിച്ച പോലെ ആ ധനികൻ പറയുകയാണ്. പോലീസുകാരാണെങ്കിൽ വലിയ ധനികനാണല്ലോ, അതുകൊണ്ട് പോലീസുകാർ ഇയാൾ പറയുന്നത് പെട്ടെന്ന് കേട്ടിട്ട് അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ഒരു തെളിവ് അങ്ങനെയൊന്നുമില്ല കേട്ടോ, എന്നാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് അങ്ങോട്ട്. അങ്ങനെ അയാൾ ജയിലിലാവുക കേട്ടോ. അന്നേ ദിവസം ജയിലിൽ എടുക്കുകയാണ്. അങ്ങനെ അയാൾ ജയിലിൽ ഇരുന്നിട്ട് ഒച്ചത്തിൽ വിളിച്ച് കരയാണ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ഭഗവാനെ വിളിച്ച് കരയട്ടോ, അങ്ങ് നടത്തി തന്നെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞാൻ നന്ദി പറയാനല്ലേ വന്നത്, ഞാൻ വല്ല അഹങ്കരിച്ചോ, എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ഈ ആഗ്രഹം നടത്തി തരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3 പേരുടെ കാര്യം കേട്ട് വെക്കുന്ന ഒരാളുണ്ട് കേട്ടോ.
അത് വലിയൊരു കഥയാണ്, മൊത്തം പറയുന്നില്ല. എന്തായാലും ഈ 3 പേരുടെ കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ ഭഗവാനോട് സംസാരിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരാൾ, അവിടെ ഒരു അമ്പലത്തിൽ ഒരാളുണ്ട്. അങ്ങനെ അയാൾ ഈ കാര്യങ്ങളൊക്കെ പോയിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, അങ്ങ് എന്താണ് ഇങ്ങനെ ചെയ്തത്? ശരിക്കും ആ ബ്രാഹ്മണനായിട്ടുള്ള ആളല്ലേ ആ പൈസ കട്ടെടുത്തത്? പിന്നെ എന്താണ് ആ നേവിക്കാരൻ ഇങ്ങനെ ആക്കിയത്? അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ ഈ ഒരു നേവിയിൽ പോകണം എന്നൊക്കെ ഉള്ളത്? അങ്ങനെ ഭഗവാൻ അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇയാൾ നാളെ നേവിക്ക് പോവുമായിരുന്നല്ലോ. നേവിക്ക് പോവുകയാണെങ്കിൽ ഇയാൾക്ക് അവിടെ വെച്ചിട്ട് അപകടം ഉണ്ടാവും. ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുടുംബം വഴിയാതാരാവും. എന്നോട് ആവശ്യപ്പെട്ടത് എൻ്റെ കുടുംബം വഴിയാതാവരുതെന്നല്ലോ. അപ്പോൾ ഇനി ഇയാൾക്ക് നേവിക്കൊക്കെ പോവാം, പക്ഷേ ഇപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അപകടം ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എനിക്കിഷ്ടമല്ല, അതെൻ്റെ ഭക്തന് പ്രശ്നം വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ നേവിക്കാരൻ അങ്ങനെ ചെയ്തത്. കുറച്ച് കഴിഞ്ഞാൽ ഒരു തെളിവില്ലാത്ത കേസല്ലേ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്ക് ജയിലിൽ നിന്നൊക്കെ പുറത്തിറങ്ങാൻ സാധിക്കുമെന്ന് പറയാണ്. അപ്പോൾ ആ ഒരു ധനികനോട് എന്താ അങ്ങനെ ചെയ്തതെന്ന് വീണ്ടും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾ ചോദിക്കുകയാണ്. അപ്പോൾ അതിനും ഭഗവാൻ ഉത്തരം പറയുകയാണ്. അതായത് ഈ ധനികനായിട്ടുള്ള ആൾ ഭയങ്കര അഹങ്കാരിയാണ്. അയാൾ തെറ്റായ വഴിയിലൂടെയാണ് ഈ പൈസയ്ക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇയാൾക്ക് ഈ പൈസ ഇപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ നന്നാവാൻ സാധ്യതയുണ്ട്. അയാൾ നന്നാവും, കാരണം പൈസ ഇല്ല. അപ്പോൾ അയാളുടെ കൂടെയുള്ള ആൾക്കാരുടെ മുഖവും അവരുടെ സ്വഭാവമൊക്കെ ഇയാൾ മനസ്സിലാക്കും. അങ്ങനെ ഇയാൾ നല്ല വഴിയിലേക്ക് വരും. അപ്പോൾ ആ പാവപ്പെട്ടവൻ്റെ കാര്യമൊന്ന് വീണ്ടും ചോദിക്കുകയാണ്. അതിനും ഭഗവാൻ പറയാണ് ആ പൈസ ആ ബ്രാഹ്മണന് അത് കളഞ്ഞു കിട്ടിയതാണല്ലോ. അപ്പോൾ അദ്ദേഹം അതിന് തനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. അത് വെച്ചിട്ട് ഒരു പുതിയൊരു സംരംഭം തുടങ്ങും. അങ്ങനെ അയാളുടെ കുടുംബം രക്ഷപ്പെടും. അതുമാത്രമല്ല, ബാക്കി കിട്ടുന്ന പൈസ ഒരുപാട് പാവപ്പെട്ടവർക്ക് കൊടുക്കും. അപ്പോൾ ആ പാവപ്പെട്ടവർക്ക് കൂടി അതൊരു സഹായമാവും. ഇനി കേട്ട് നിന്ന ആളൊക്കെ ഇങ്ങനെ ഭഗവാനോട് തന്നെ പറയാണ്, ഞങ്ങളൊക്കെ വിചാരിച്ചത്, ഞങ്ങൾ ചില ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കത് നടത്തി തരാത്തത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു പ്ലാൻ ഉണ്ടെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഈ കഥ എല്ലാവർക്കും കേട്ടല്ലോ. അപ്പോൾ ഇത് എവിടെ നിന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ ഒരു ടെയില് പോലെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കഥയാട്ടോ ഇത്. അപ്പോൾ ഈ കഥയിൽ എന്താ മനസ്സിലാവുക? അതായത് നമ്മൾ ചില ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് ചിലപ്പോൾ നടക്കാതെ വരാം, ചിലപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നടക്കും. ഭഗവാൻ എല്ലാത്തിനും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. അതായത് ഇവിടെ വെച്ചാൽ അത് അങ്ങനെ സംഭവിക്കും, അത് അവിടെ സംഭവിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അത് ഭാവിയിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തോറ്റു വിചാരിച്ചോ, അത് ഭാവിയിൽ അതിൽ നിന്ന് ലഭിച്ചൊരു പാഠമായിരിക്കും നമ്മൾ ഭാവിയിൽ വേറൊരു കാര്യം വരുമ്പോൾ അത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇന്നലെ നമ്മൾ കഥ പറഞ്ഞു നിർത്തിയല്ലോ, അതിൻ്റെ 3-ാം ഭാഗം പറയാം അല്ലേ. ഇന്നലെ നമ്മൾ എവിടെ നിർത്തിയത്? അക്രൂരർ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതിനെ കംസൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്. ഭഗവാൻ തൻ്റെ വൃന്ദാവനത്തിൽ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അക്രൂരാഗമനം, വൃന്ദാവനത്തിലേക്കുള്ള അക്രൂരാഗമനം. അങ്ങനെ അക്രൂരർ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ തേരിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ തേരിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അക്രൂരനാണെങ്കിൽ ഭഗവാന്റെ വലിയ ഭക്തനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ വൃന്ദാവനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാൻ എനിക്ക് കാണാൻ സാധിക്കുമോ? എല്ലാവരുടെ കൂടെ കളിക്കുകയായിരിക്കും. അപ്പോൾ എന്നൊക്കെ നോക്കി എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കെങ്കിലും ചെയ്യുമോ എന്ന് ആലോചിക്കുകയാണ്. അതുപോലെ തന്നെ എന്നോട് സംസാരിക്കുമോ, ഇങ്ങനെ കെട്ടിപ്പിടിക്കുമോ എന്നെ കണ്ടു കഴിഞ്ഞാൽ? അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്താ ഭഗവാനോട് ആദ്യമായിട്ട് പറയുക, അങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്ത് ഇങ്ങനെ വൃന്ദാവനത്തിൽ എത്തുന്നതിന് മുമ്പാണ് ഇതൊക്കെ ആലോചിച്ചത്. അങ്ങനെ വൃന്ദാവനത്തിൻ്റെ ഒരു കവാടം പോലത്തെ അത് കടക്കുകയാണ്. അങ്ങനെ വൃന്ദാവനത്തിലേക്ക് എത്തുകയാണ്. അതിന് അദ്ദേഹം വൃന്ദാവനത്തിലെത്തിയൊക്കെ പെട്ടെന്ന് തേര് നിർത്തുകയാണ്. അങ്ങനെ തേര് നിർത്തിയിട്ട് അദ്ദേഹം അവിടെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ മണ്ണിങ്ങനെ നോക്കി കുറച്ച് നേരം ആലോചിക്കുകയാണ്. ഇവിടെയൊക്കെ ഭഗവാൻ നടന്നിട്ടുണ്ടാവില്ലേ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം, അതായത് ഈ അക്രൂരൻ എന്ന് പറയുന്നത് ഭക്തിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ആ മണ്ണിൽ അവിടെയും ഭഗവാൻ നടന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കാൽപ്പാട് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വണങ്ങുക കേട്ടോ. എന്നിട്ട് അതും പോരാതെ അവിടെ കിടന്ന് ഉരുളുകയാണ്. അപ്പോൾ എത്ര വലിയ ആളാന്ന് നോക്കണേ. ഈ കംസൻ്റെ ആ ഒരു കൊട്ടാരത്തിലെ അവിടുത്തെ വലിയൊരാളാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വലിയൊരാളാണ്. അദ്ദേഹമാണ് ഈ വൃന്ദാവനത്തിൽ വന്നിട്ട് അവിടെ കിടന്ന് ഉരുളുകയാണ്. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് തേരിൽ കയറി വീണ്ടും യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഓരോ ചിന്തകളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം എത്തുമ്പോഴത്തേനും സായങ്കാലം, വൈകുന്നേരം ആവുകയാണ് അദ്ദേഹം അവിടെ എത്തുമ്പോൾ. വൈകുന്നേരം വൃന്ദാവനത്തിലെ ആ കാഴ്ചകൾ അതൊന്നും നമുക്ക് കണ്ടാലോ. അതായത് അദ്ദേഹം അവിടെ എത്തുമ്പോൾ തന്നെ അദ്ദേഹം
ആ ഗോപസ്ത്രീകളെ കാണുകയാണ്. അവരെന്താ ചെയ്യുന്നത്? അവർ പാല് കറക്കാനായിട്ട് പോണവർക്ക് അങ്ങനെ അവർ പാല് കറക്കാൻ നോക്കുമ്പോൾ കന്നുകിടാങ്ങളെ കാണുന്നില്ല. ഈ പശുക്കളുടെ നിന്ന് പാലെടുക്കണമെങ്കിൽ അവരുടെ കുട്ടികളെ ഇങ്ങനെ കാണിച്ചിട്ടാണ് പാലെടുക്കുക. പക്ഷെ ആ കന്നുകുട്ടികളെ കാണാനില്ല. അങ്ങനെ അവർ അവരുടെ കന്നുകുട്ടികളുടെ പേരൊക്കെ വിളിച്ചിങ്ങനെ വിളിക്കുകയാണ്. പക്ഷെ വരണില്ല. അങ്ങനെ അവർ തമ്മി ചോദിക്കുകയാണ്, നീ കണ്ടോ എൻ്റെ കന്നുകുട്ടീനെ, നീ കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ തമ്മി ചോദിക്കുകയാണ്. അങ്ങനെ കുറേ വിളിച്ചിട്ടും വരാണ്ടായപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അതായത് ഭഗവാൻ അവിടെ നിന്ന് ഓടക്കുഴലിൽ വിളിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കേട്ടത് ഈ കന്നുകിടാങ്ങൾ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരൊന്നും വരാത്തതെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ നേരെ പോയിട്ട് ഭഗവാനോട് പറഞ്ഞാൽ ഭഗവാൻ അങ്ങനെ പെട്ടെന്ന് നിർത്തില്ല. അതുകൊണ്ട് അവർ നേരെ പോയിട്ട് യശോദാമ്മനോട് കാര്യം പോയി പറയാണ്. അങ്ങനെ യശോദാമ്മ പോയിട്ട് ഭഗവാനോട് പറയാണ്, കണ്ണ ഇപ്പോൾ ഒന്ന് നിർത്തി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോൾ ഒന്ന് നിർത്തണം. കാരണം വൈകുന്നേരം ആയി തുടങ്ങി, അവർക്ക് കന്നുകളെ കറക്കണം, പശുക്കളെ കറക്കണം, പാല് ലഭിക്കണമല്ലോ. അപ്പോൾ അതിന് ഈ കന്നുകിടാങ്ങളൊന്ന് വിട്ട് കിട്ടണം. നീ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരിക്കലും ഈ അമ്മമാരുടെ അടുത്തേക്ക് വരില്ല. ഇനി അവർ പോയാൽ തന്നെ അവർ അമ്മമാരെ നോക്കില്ല. കാരണം ഈ ഭഗവാന്റെ ഈ ഒരു ഓടക്കുഴൽ വിളി കേട്ട് അങ്ങനെ നിൽക്കും. ഈ അമ്മമാരാണെങ്കിലോ തൻ്റെ കുട്ടികളെ നക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം ഈ ഓടക്കുഴൽ വിളിയുടെ ആ ഒരു അത്ര കേട്ട ഒരു സംഗീതം കേട്ട് അവരവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് നിർത്തണം, അതിന് ശേഷം നീ വായിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ ഈ ശബ്ദം കേട്ടുകൊണ്ടാട്ടോ അക്രൂരർ അവിടേക്ക് വരുന്നത്. അക്രൂരർ കണ്ടിട്ടില്ല, ഭഗവാനെ കണ്ടിട്ടില്ല, യശോദാമനെയും കണ്ടിട്ടില്ല. പക്ഷെ ബാക്കി ഗോപികമാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ട് ഈ ഭഗവാനും യശോദാമയും സംസാരിക്കുന്ന ആ ശബ്ദവും കേൾക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് എത്തുകയാണ്, അവിടെ മുന്നിലേക്ക് എത്തുകയാണ്. അക്രൂരർക്ക് വലിയ സന്തോഷമുണ്ട്. എന്താ ഇനി നടക്കാമെന്നറിയില്ല അക്രൂരർക്ക്, ഭഗവാൻ എവിടെ ഇരിക്കണേന്ന് അറിയില്ല. അങ്ങനെ നന്ദഗോപ ഗൃഹത്തിൻ്റെ മുന്നിൽ അക്രൂരർ എത്തുകയാണ്. ഇനി അക്രൂരർ ഭഗവാനെ നേരിട്ട് കാണാൻ പോവാ കേട്ടോ. അപ്പം അത് ഇനി 4-ാം ഭാഗത്തിൽ പറയാം. ഇതോടെ 3-ാം ഭാഗം അവസാനിക്കുകയാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി പറയാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.